നെയ്യാറ്റിൻകരയിൽ ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി എൻ ശക്തനൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും മുതിർന്ന കോൺഗ്രസിലെ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് എൻ ശക്തൻ. പഴയ മന്ത്രിയാണ്, സ്പീക്കറാണ്, MLA ആണ്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയിൽ പുതുമുഖമല്ല. ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ കളത്തിലിറങ്ങി UDFന് ലക്ഷ്യങ്ങൾ പലതാണ്. എന്ത് തോന്നുന്നു രണ്ടാം ഘട്ടം പ്രചാരണത്തൊക്കെ ആയപ്പോൾ? നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പുതുമുഖമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, വളരെ പഴയ മുഖമാണ്. അല്ലെങ്കിൽ ഞാൻ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലക്കാരനാണ്. ഈ നിയോജകമണ്ഡലത്തിനകത്ത് ജനിച്ച ആളാണ്, ഇവിടെ വളർന്ന ആളാണ്. അതുകൊണ്ട് നെയ്യാറ്റിൻകര എനിക്ക് പുതുമയുള്ള നിയോജകമണ്ഡലം അല്ല. ഇത്രയേറെ വർഷം പഴക്കമുള്ള മണ്ഡലവുമായി വലിയ ആത്മബന്ധമൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ പഴയ ആ അനുഭവ പരിചയമൊക്കെ കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കളത്തിലിറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളല്ലേ, അപ്പോൾ പരിചയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ എല്ലാം മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ഇവിടെ കോൺഗ്രസ്സിന് വിജയിക്കാവുന്ന ശക്തി കോൺഗ്രസ്സിന് തന്നെയുണ്ട്, UDFനുണ്ട്. UDFന് നല്ല വിജയസാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തികഞ്ഞ പ്രതീക്ഷയാണുള്ളത്. എന്ത് പറഞ്ഞാണ് മണ്ഡലത്തിലെ ജനങ്ങളെ നേരിടുന്നത്, വോട്ടഭ്യർത്ഥിക്കുന്നത്? എന്ത് വികസന, അതായത് ഭരണവിരുദ്ധതയാണോ അതോ പുതിയ വികസന കാഴ്ചപ്പാടുകളാണോ? ഒറ്റ കാര്യമല്ലോ, ഒത്തിരി കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പ്രതിനിധാനം ചെയ്ത നിയോജകമണ്ഡലങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള വികസനം, അതുതന്നെയാണ് ഇവിടത്തെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പിന്നെ കഴിഞ്ഞ MLA ഇവിടെ 10 വർഷം ഭരണകക്ഷിയായിരുന്നു. ഭരണകക്ഷിയുടെ ഒരു MLA 10 വർഷം ഉണ്ടായിരുന്നിട്ട് ഈ നിയോജകമണ്ഡലത്തിൽ സീരിയസ് ആയ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം അത് ജനങ്ങൾക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇത്തവണ UDFൻ്റെ വളർച്ചയ്ക്ക്, വിജയത്തിന് സഹായിക്കും. താങ്കൾ DCC പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഒരൊറ്റ MLA മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന്. ഇത്തവണ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 8 MLA വരെ പ്രതീക്ഷിക്കുന്നു. കാരണം കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരം ഇവിടെ ജനങ്ങളിലുണ്ട്. കോൺഗ്രസ് ഇന്ന് ശക്തമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 31 പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചപ്പോൾ LDFന് 34 ഉള്ളൂ. അതിൽ 3 അവർ നറുക്കെടുപ്പിൽ തുല്യമായി വന്നതാണ്. പക്ഷേ നറുക്കെടുപ്പിൽ അത് ഞങ്ങൾക്ക് അനുകൂലമായി വന്നെങ്കിൽ LDFനേക്കാൾ പഞ്ചായത്ത് ഞങ്ങൾക്കായിരിക്കുമായിരുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്കാണ്. ജില്ലാ പഞ്ചായത്തിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ, അതാണ് അവസാനം നടന്ന ഒരു ജനറൽ ഇലക്ഷൻ, അതിൽ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം 27,000 വോട്ടാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. 27,000. അപ്പോൾ നെയ്യാറ്റിൻകര കോൺഗ്രസ്സിന് ഒട്ടും മോശമായ നിയോജകമണ്ഡലമല്ല, വളരെ അനുകൂലമായ നിയോജകമണ്ഡലമാണ്. ഈ 8 തിരുവനന്തപുരം ജില്ലയിലെ 8 പേർക്ക് 8 ഉറപ്പായും താങ്കൾ പ്രതീക്ഷിക്കുന്നു. ഈ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 8 ഇടങ്ങൾ തിരുവനന്തപുരം ലോക്സഭയാണോ ആറ്റിങ്ങൽ ലോക്സഭയാണോ? രണ്ടിലുമുണ്ട്. പറയാൻ പറ്റുമോ ഏതൊക്കെയാണ്? അങ്ങനെ പറയുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് DCC പ്രസിഡന്റ് 8 ജയിക്കുമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നിയോജകമണ്ഡലങ്ങളെ സംബന്ധിച്ച് അവർ ജയിക്കില്ല എന്ന് പറഞ്ഞതല്ലേ എൻ്റെ അർത്ഥം. DCC പ്രസിഡൻ്റായി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ താങ്കളുടെ ഒരു ശുഭപ്രതീക്ഷ എത്രത്തോളമാണ്? ഉറപ്പായി ജയിക്കും, അതിലല്പം പോലും എനിക്ക് സംശയമില്ല. ശശി തരൂരിന് കിട്ടിയ ഭൂരിപക്ഷം 27,000 ഏതാണ്ട് അതിനടുത്ത് ഞാനും പ്രതീക്ഷിക്കുന്നു. അത്രയേറെ ഭരണവിരുദ്ധത ഉണ്ട് എന്നാണ്. ഭരണവിരുദ്ധതയുണ്ട്, പലതരത്തിലുള്ള ഘടകങ്ങളും എനിക്ക് അനുകൂലമാണ്. സിറ്റിംഗ് MLA എന്ന നിലയിൽ പുള്ളിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജനങ്ങൾക്കറിയാം. ഞാൻ MLA ആയിരുന്ന നിയോജകമണ്ഡലങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. എന്തായാലും എല്ലാ വിജയ ആശംസകളും. അതുതന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വരുന്നെങ്കിലും DCC അധ്യക്ഷനാണ് എൻ ശക്തൻ. സ്വന്തം നാടാണ്, സ്വന്തം മണ്ഡലമാണ്, ഏറെക്കാലം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ഭരണവിരുദ്ധത, ഈ 10 വർഷത്തെ ഭരണവിരുദ്ധത അത്രയേറെ മണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. അതൊക്കെ തന്നെ തനിക്ക് അനുകൂല വികാരമായി മാറുമെന്ന് അദ്ദേഹം ഉറപ്പായും വിശ്വസിക്കുന്നു. വിജയത്തിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അൻഫ്രി ഡിസൂസ.